സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു 2.1 ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. 2.1 എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ അനലോഗ് കൺട്രോൾസ് വെച്ച് ഒരു ആംപ്ലിഫയർ ചെയ്തിരുന്നു. അപ്പോൾ അതേ സെയിം കോൺഫിഗറേഷനുള്ള ഒരു ആംപ്ലിഫയർ നമ്മൾ റിമോട്ട് കിറ്റിൽ ചെയ്യുകയാണ്. അപ്പോൾ റിമോട്ട് കിറ്റ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളിപ്പം സൗണ്ട്ട്രോണിൻ്റെ കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് എളുപ്പം ഈസി ടു യൂസ് റിമോട്ട് വെച്ച് യൂസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയർ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ അന്ന് ചെയ്തപ്പോഴിത് അനലോഗായിട്ടാണ് ചെയ്തിരുന്നത്. ഈ പ്രശ്നം നമ്മൾ കൺട്രോൾസ് എല്ലാം റിമോട്ടിലാക്കിയിരിക്കുകയാണ്. നമ്മളടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൗണ്ട്ട്രോണിൻ്റെ കിറ്റാണ്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ക്യാബിനിലും അതേ സെയിം ഒരു ഡയലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 5.1 അതേ ഡയലിൽ തന്നെയാണ്, 5.1 ക്യാബിൻ തന്നെയാണ്. കാര്യം 5 വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 3 ചാനൽ ഔട്ട്പുട്ട് എടുത്തോ അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ 5.1 ആക്കി തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതാണ് ഫ്രണ്ട്സിൻ്റെ ഉൾവശം. നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡ് കൂടുതലും ആംപ്ലിഫയർ ബോർഡ് എടുത്തിരിക്കുന്നത് മെഗാടെക്കിൻ്റെ ബോർഡാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് മെഗാടെക്കിൻ്റെ ബോർഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല 20 വർഷത്തോളം പഴക്കമുണ്ട്. അവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ് മെഗാടെക് എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കമ്പനിയാണ്. ട്രാൻസ്ഫോമറിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 27/27 ഒരു 15 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഡയോഡും 4750 വോൾട്ടിൻ്റെ 10 കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി പവർ സപ്ലൈക്കുള്ള കപ്പാസിറ്റേഴ്സ് എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കെൽട്രോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഐറ്റംസാണ് ഇതിനകത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ അതും മെഗാടെക്കിൻ്റെ തന്നെയാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് അവർ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിരുന്നു. നല്ല അഭിപ്രായമാണ്. അധികം ഹീറ്റൊന്നുമില്ല. നല്ല രീതിയിൽ ഈസി ആയിട്ട് JBLനെ ഡ്രൈവ് ചെയ്യും. പിന്നെ യൂണിവേഴ്സലിൻ്റെ ഒരു സബ് ഫിൽറ്ററും പിന്നെ ഇവരുടെ ഈ ഒരു മോസ്ഫെറ്റ് ബോർഡ് 100+100 വാട്ട്സ് വരുന്നത്. 100ൽ കൊണ്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. IRFP 250 തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്ന മോസ്ഫെറ്റ്. ഇത് നമ്മുടെ സൗണ്ട്ട്രോണിൻ്റെ കിറ്റാണ്. സൗണ്ട്ട്രോണിൻ്റെ കിറ്റ് എടുക്കാനുള്ള കാര്യം, നമുക്ക് സൗണ്ട്ട്രോണിനകത്ത് പ്രോലോജിക് എന്നൊരു ഓപ്ഷൻ ഒരൊറ്റ ഇൻപുട്ടിലങ്ങാണ്ടേ വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും നമുക്ക് എല്ലാ ചാനലിലും ഒരേപോലെ തന്നെയാണ് കേൾക്കുന്നത്. ബാസും ട്രിപ്പിളും മിഡും നമുക്ക് എല്ലാ ചാനലിലും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു നോർമൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോലും നമുക്ക് ആ ഒരു റിമോട്ട് കിറ്റ് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ്. 2.1 ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. ബാക്കിയുള്ള ചാനൽസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഭാവിയിൽ വേണമെങ്കിൽ നമുക്കതിനെ 5.1 ആക്കി മാറ്റുകയും ചെയ്യാം. നമ്മൾ 2.1 ആംപ്ലിഫയേഴ്സ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത അതാണ്. എൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് വശം. നമ്മൾ ബാക്കിൽ അക്രിലിക് ഷീറ്റ് വെട്ടി അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇൻപുട്ടെല്ലാം നമ്മൾ അത് കണക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്കെല്ലാം യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇൻപുട്ട്സ് എല്ലാം അത് കണക്ക് തന്നെ കൊടുത്തേക്കുന്നത്. സ്പീക്കറിന് സ്പീക്കർ സോക്കറ്റും, സബിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC കോഡ് വയറിൻ്റെ സോക്കറ്റുണ്ട്, ഫ്യൂസും ഉണ്ട്. സോ ഫ്യൂസെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്യൂസാണ്. പഴയ ഒരു ക്വാളിറ്റി അല്ല, നല്ല ക്വാളിറ്റിയുള്ള ഫ്യൂസാണ് ഇപ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കൂളിംഗ് ഫാൻ എൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ഒരൊറ്റ ബോർഡേ ബാക്കിലുള്ളൂ. സോ അതിനോട് ചേർന്നിരിക്കുന്ന കൂളിംഗ് ഫാൻ ആയതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് കൂളായിട്ട് തന്നെ ഇരിക്കും. സോ ഇത്തവണ നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പലർക്കും 2.1 ആംപ്ലിഫയർ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ അടുത്ത് പോയിരുന്ന് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും അതിനെ റിമോട്ടിലേക്ക് മാറ്റണമെന്ന് പലരും പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ ഒരു റിമോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. റിമോട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ദൂരെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത് പോയിരുന്ന് കൺട്രോൾ ചെയ്യേണ്ട കാര്യം വരത്തില്ല. നമ്മളതിൻ്റെ ലുക്സിലേക്ക് നോക്കുകയാണെങ്കിൽ as usual നമ്മൾ ചെയ്യുന്ന അതേ ഒരു ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേ ഫ്രണ്ട് ഡയൽ അത് കണക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2.1 ആംപ്ലിഫയർ എന്നുള്ള ഒരു എഴുത്ത്, ആ ഒരു ലേബലിംഗ് ഒഴിച്ച് ചേർത്തിരിക്കുകയാണെങ്കിൽ 5.1 ആംപ്ലിഫയറിൻ്റെ അതേ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ നോർമൽ അനലോഗ് ആംപ്ലിഫയർ ചെയ്തപ്പോൾ ഇതിന് ഏകദേശം 9500 രൂപയോളമാണ് പ്രൈസ് വന്നിരുന്നത്. നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ 11 രൂപയാണ് പ്രൈസ് വരുന്നത്. പലരും പ്രൈസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 11 രൂപയാണ് ഈ ഒരു ആംപ്ലിഫയറിന് പ്രൈസ് വരുന്നത്. വാട്ട്സ് ഒന്നും കൂടെ പറയാം, 100+100 മാക്സിമം 300 വാട്ട്സ്. അത് മാക്സിമമാണ്. ഒരു 250-260 വാട്ട്സ് നമ്മൾ സബിനെ പ്രതീക്ഷിച്ചാൽ മതി. മാക്സിമം വാട്ട്സാണ് നമ്മൾ 300 വാട്ട്സ് പറയുന്നത്. ഇൻപുട്ട്സിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് USB, FM, ഓക്സ് ഇൻപുട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്.
പിന്നെ 3 ഓക്സ് ഇൻപുട്ടിൻ്റെ പുറകിൽ തന്നെ ഓൾറെഡി ഉണ്ട് റിമോട്ട് കിട്ടി നിങ്ങൾക്കറിയാം. അപ്പോൾ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എൻ്റെ വർക്കിംഗ് വീഡിയോയിലോട്ട് പോകും. വർക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ എൻ്റെ ഇരിക്കുന്ന 2 സബ്ബാണ്. അപ്പം അതിൽ 2 ഞാൻ കൊടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരെണ്ണത്തെ മാത്രം കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാര്യം 2 സബ്ബ് ഒരേ എയർ കോളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.